പി സായിനാഥിൻ്റെ പഴയൊരു ചോദ്യമുണ്ടല്ലോ, ഒരു നല്ല വരൾച്ചയെ ആർക്കാണ് ഇഷ്ടമില്ലാത്തത് എന്ന ചോദ്യം. അതിൻ്റെ ആഴം മനസ്സിലായത് ഇപ്പോഴാണ്. ആർക്കും ഇഷ്ടമാവും ഒരു നല്ല വരൾച്ചയെ, ആർക്കും. ഡോക്ടർ തോമസ് ഐസക്കിന് പോലും. ചരിത്രത്തിലെ ഏറ്റവും വലിയ വരൾച്ചയെ കേരളം നേരിടാൻ പോവുകയാണ്. ഇത് നമ്മുടെ കുളങ്ങളും തോടുകളും ഒക്കെ സംരക്ഷിക്കേണ്ടതിന് പ്രാധാന്യം ഇനിയിപ്പോൾ ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇന്നിപ്പോ കുളങ്ങളും തോടുകളും എല്ലാം കല്ലുകെട്ടി സംരക്ഷിക്കുന്ന ഒരു ഏർപ്പാടാണ് കേരളത്തിൽ നിലവിലുള്ളത്. എന്നാൽ ഇവിടെയൊക്കെ കല്ല് കെട്ടാൻ പോയിട്ടുണ്ടെങ്കിലുള്ള കല്ല് കേരളത്തിൽ സ്വപ്നത്തിലുണ്ടാകത്തില്ല. അത് വലിയ അസംബന്ധമാണ്. എക്കോളജിക്കലി സൗഹൃദമല്ലാത്ത, പരിസ്ഥിതി സൗഹൃദമല്ലാത്ത ഒരു രീതിയാണ്. അതുകൊണ്ട് നമ്മുടെ കുളങ്ങള്, നമ്മുടെ തോടുകള് ഇതെല്ലാം കയർ ഭൂവസ്ത്രം വിധാനിച്ചിട്ട് അവിടെ പുല്ല് വളരാൻ അനുവദിക്കണം. ഇത് ഇട്ടാൽ മാത്രം പോരാ. ഇത് ഇടുന്നതിന് മുമ്പ് പുല്ലിന്റെ വിത്തുകൾ അവിടെ വിതറണം, എന്നിട്ട് വേണം ഇതിടാനായിട്ട്. ഇന്ന് അതിപ്പോ ഞാൻ തുക പറയുന്നില്ല എത്ര. ഇന്നിപ്പോ നമുക്ക് ഉൽപ്പാദിപ്പിക്കുന്ന മുഴുവൻ കയറ് ഉപയോഗിച്ചാലും തികയില്ല. പിടികിട്ടിയോ? കേരളത്തിലെ കിണറുകളും കുളങ്ങളും കയർവല കെട്ടി സംരക്ഷിക്കാമെന്നാണ് പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ കൂടിയായ തോമസ് ഐസക് പറഞ്ഞു വരുന്നത്. സിദ്ധാന്തം മാത്രമല്ല, പ്രയോഗിക്കാൻ പോവുകയാണ്. അതിലൊരു കച്ചവട സാധ്യതയുമുണ്ട്. അപ്പൊ ഇപ്പൊ ഒരു സൗകര്യം വന്നിട്ടുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഈ ഇങ്ങനെയുള്ള മണ്ണ് ജല സംരക്ഷണത്തിന്, തൊഴിലുറപ്പിന് ഉപയോഗപ്പെടുത്താം. ഈ തൊഴിലുറപ്പിലാവട്ടെ മുൻകാലത്തെ അപേക്ഷിച്ച് പണ്ട് 20% മറ്റീരിയൽ കോസ്റ്റ് അനുവദിച്ചിരുന്നുള്ളെങ്കിൽ ഇന്ന് 40% വരെ മറ്റീരിയൽ കോസ്റ്റ് ആവാം. എന്ന് വെച്ചാൽ ഈ ഭൂവസ്ത്രം നമുക്ക് തൊഴിലുറപ്പിന്റെ പണം കൊണ്ട് വാങ്ങിക്കുകയും ചെയ്യാം, തൊഴിലാളികൾക്ക് പണിയാവും. അപ്പോൾ ഇത് വലിയൊരു മാർക്കറ്റാണ്. ആ മാർക്കറ്റ് വേണമെങ്കിൽ വികസിപ്പിക്കാം, റോഡിലേക്കും വികസിപ്പിക്കാം. ഇതുപോലെ തന്നെ റോഡ് ഉണ്ടാക്കാനായിട്ട് ഭൂവസ്ത്രം ഉപയോഗിക്കേ. നമ്മള് റോട്ടില് വലിയ ബൗൾഡേഴ്സ്, വലിയ കല്ലുകൾ അഗ്രിഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനെ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി അതിന്റെ മുകളിൽ ചെറിയ കല്ലുകൾ ഇട്ട് പാക്ക് ചെയ്യുകയാണ് ചെയ്തത്. അത് ചെയ്യുന്നതിന് മുമ്പ് ഭൂവസ്ത്രം വിധാനിക്കുക, അടിയിലും മുകളിലും വിധാനിച്ചാൽ പിന്നെ ഈ കല്ല് അതിൻ്റെ ഉള്ളിൽ ഉറച്ചിരിക്കും. മുകളിലിടുന്ന മെറ്റീരിയല് അത് എംസാൻഡായാലും ടാറായാലും കുറച്ചു മതി. എന്ന് മാത്രമല്ല, ഇതിന്റെ വണ്ടി ഓടുമ്പോൾ അതിന്റെ ഭാരം ഈ ഭൂവസ്ത്രം ഉള്ളത് കൊണ്ട് എവിടെയെങ്കിലും വീലിന്റെ അടി കേന്ദ്രീകരിക്കാതെ അങ്ങ് പടരും. അപ്പൊ അതിന്റെ ഫലമായിട്ട് റോഡ് ചീത്തയാവുന്ന കുറയും. ഇപ്പൊ കേരള PWD ഇത് അംഗീകരിച്ചിട്ടുണ്ട്. അത്രത്തോളമായിട്ടുണ്ടെങ്കിൽ PWD മന്ത്രിയോട് തന്നെ ചോദിക്കാമല്ലോ, കയറ് വിരിച്ചാൽ റോഡിന്റെ ഉറപ്പ് കൂടുമോ എന്ന്. ഇത്തരക്കാരെ ശിക്ഷിക്കാനുള്ള നിയമം ഈ രാജ്യത്തിൽ ഉണ്ടാവണം. എന്തും പറയാൻ രാഷ്ട്രീയക്കാരനെന്നാലും ധരിച്ചളയരുത്. ശരി മാത്രമേ പറയാവൂ. ഒന്നുകിൽ തന്റെ പാർട്ടിക്കങ്ങൾ ശരിയായിരിക്കണം, തന്റെ പാർട്ടി മുന്നോട്ട് വെക്കുന്ന തത്വങ്ങൾക്കനുസരിച്ചായിരിക്കണം. കാരണം പാർട്ടികൾ മനഃപൂർവ്വം കള്ളം പറയത്തില്ല. നയങ്ങളിൽ വ്യത്യാസം വന്നാലും നിങ്ങൾ മോഷ്ടിക്കണമെന്നൊരു പാർട്ടി എഴുതി വെക്കില്ല. നിങ്ങൾ തെറ്റ് പറയണമെന്ന് ഒരു പാർട്ടി, അവരുടെ ആശയം ചിലപ്പോൾ തെറ്റായിരിക്കും, പക്ഷെ നിങ്ങൾ തെറ്റ് പറയണമെന്ന് എഴുതി വെക്കില്ല. ഇതൊക്കെയാണ് നടക്കുന്നത്. ഇത്തരമൊരു രാഷ്ട്രീയ സാംസ്കാരിക പരിതസ്ഥിതിയിൽ നിന്ന് രക്ഷപ്പെടാൻ കയറാണോ വിഷമാണോ കൂടുതൽ നല്ലത് എന്ന് തീരുമാനിക്കാൻ പറ്റാത്തതിനാൽ ഇവിടെ നിർത്തുകയാണ്. ഇനി കാണും വരെ നന്ദി, നമസ്കാരം.